പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയുള്ള 15 നിമിഷങ്ങൾ ജോബി ചേട്ടൻ പങ്കുവയ്ക്കും. അതിനുശേഷം പ്രിയപ്പെട്ട മകൻ്റെ മധുരം കൊടുക്കൽ ചടങ്ങ് നടക്കും. അതോടെ സ്നേഹവിരുന്ന് ആരംഭിക്കും. എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് വളരെ സന്തോഷം, ഹൃദയപൂർവ്വം ആനന്ദിക്കാനുള്ള മനോഹരമായൊരു സായാഹ്നം ഈ തിരുമുറ്റത്തൊരുക്കാൻ ദൈവം തന്നെ ശക്തിപ്പെടുത്തിയതാണ്, ധൈര്യപ്പെടുത്തിയതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വിവാഹ ആഘോഷം നടക്കുന്നതിൻ്റെ തലേന്നാൾ ആ ഭവനത്തിൽ എന്ത് ബഹളമായിരിക്കും, എന്ത് ആഘോഷമായിരിക്കും. ഒത്തിരി ആളുകൾ ഇങ്ങനെ കടന്നു വരും. കുഞ്ഞുമക്കളൊക്കെ ഓടിച്ചാടി വളരെ സന്തോഷത്തോടെ ഉല്ലാസത്തോടുകൂടി ബഹളമയമായിരിക്കും. അതോടൊപ്പം ധാരാളം സുഹൃത്തുക്കൾ, യുവ സുഹൃത്തുക്കളൊക്കെ വന്ന് കൊട്ടും പാട്ടും ആഘോഷവും തരമുണ്ടെങ്കിൽ അല്പം വീഞ്ഞുമൊക്കെ കഴിച്ച് ലോകത്തിൻ്റെ അരൂപിയുടെ പൂർണ്ണതയിലേക്കും സന്തോഷത്തിലേക്കും വളരാനുള്ള ശ്രമത്തിലായിരിക്കും. എന്നാൽ നമുക്കറിയാം, ഈ ഭവനവുമായി ബന്ധപ്പെട്ട വിവാഹങ്ങളെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ തലേന്നാൾ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയുടെ ശക്തി, ആ ശക്തി നൽകിയ ധൈര്യം, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ലജ്ജയില്ലാതെ ദൈവത്തിൻ്റെ തിരുവചനം ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഈ ജീവിതയാത്രയിൽ എനിക്ക് തുണ, എനിക്ക് സഹായം എൻ്റെ ദൈവം തന്നെയെന്ന് വളരെ ഉറച്ച ബോധ്യത്തോടു കൂടി മറ്റതിലെല്ലാം ലഘുവായ ചടങ്ങുകൾ മാത്രമായി അവസാനിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഈ നിമിഷങ്ങളെ ദൈവതിരക്കരങ്ങളിൽ നിന്ന് ലഭിച്ച നിമിഷങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ ഉത്സാഹപൂർവ്വം പ്രാർത്ഥനാ ചൈതന്യത്തിൽ പങ്കുവയ്ക്കാൻ കിട്ടുന്ന വലിയ ഒരവസരമാക്കി മാറ്റുന്നു. അനേകം വ്യക്തികൾ കടന്നു വരുന്ന ഈ സന്തോഷ മുഹൂർത്തത്തിൽ ദൈവത്തിന് പ്രമുഖ സ്ഥാനം കൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ നാം സ്നേഹിക്കുക, ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നത് പോലെ തന്നെ നാമായി കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ആഘോഷങ്ങളിലും മുഖ്യസ്ഥാനം ദൈവചിന്തയ്ക്ക്, ദൈവവചനത്തിന്, ദൈവാത്മാവിൻ്റെ പ്രചോദനം വഴി ലഭിക്കുന്ന ആ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കല് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന നിമിഷങ്ങൾ. നമുക്കറിയാം, നാളെയും ഇന്ന് വൈകിട്ടുമൊക്കെയായി ഒത്തിരി സന്തോഷത്തോടെ സ്നേഹവിരുന്നുകൾ നാം ആസ്വദിക്കുകയാണ്. ഈ സ്നേഹവിരുന്നിന് മുമ്പ് ഈ ദൈവിക വചന ശുശ്രൂഷയുടെ വിരുന്ന് ഏറ്റവും സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കിയ ഈ വേദി കാണുമ്പോൾ ഏതു മനമാണ് കുളിർമ അനുഭവിക്കാത്തത്? എനിക്ക് ഒത്തിരി അസൂയ തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യേശുദാസ് ഇവിടെ നിന്ന് പാടുമ്പോൾ, യേശുദാസ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തൻ്റെ ഇന്നലെ വരെയുള്ള ജീവിതങ്ങൾ എന്തായിരുന്നോ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ദൈവം ഒരുക്കിയ പാതയിൽ ഏറ്റവും ശക്തമായ ദൈവാനുഭവത്തിൻ്റെ ഒരു പ്രതീകമായി ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും തന്നെ കണ്ടുമുട്ടുന്നവർക്കുമെല്ലാം നല്ലൊരു മാതൃകയായി നിന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ വളരാൻ ആവേശപൂർവ്വം, താല്പര്യപൂർവ്വം, ഉത്സാഹപൂർവ്വം വളരാനുള്ള ആ ഒരു യജ്ഞം വളരെ മനോഹരമായി രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നു. നമുക്കറിയാം, സ്നേഹമുള്ളവരെ, ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉത്തമമായ ഒരു വിവാഹത്തിൻ്റെ സാക്ഷ്യം തോബിതിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ ആദ്യമുള്ള ഒരുക്കങ്ങളെല്ലാം നാം വായിച്ചു കേട്ട് 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടുകൊണ്ട് ഒരു ഇണങ്ങുന്ന ഒരു തുണയെ നൽകാൻ തിരുമനസ്സായി. ഇതൊരു വലിയ മുഹൂർത്തമാണ്. ഈ മുഹൂർത്തം എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതാണ് ദൈവത്തിനു മുമ്പിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്. ഈ മുഹൂർത്തത്തിൽ ഞാൻ ഇവളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ പ്രണയിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ലഭിച്ച മകൾ എന്നുള്ള നിലയിലാണ്. ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നൽകിയ ദാനത്തെ നാം സ്വീകരിക്കുമ്പോൾ അത് ജഡികമായ കണ്ണുകൾ കൊണ്ടോ ശരീര സൗന്ദര്യം കൊണ്ടോ നമ്മുടെ മാഹ്യമായ അലങ്കാരം കൊണ്ടോ തൃപ്തിപ്പെടാൻ വേണ്ടിയുള്ളതല്ല. ദൈവം, റജി സഹോദരൻ പറഞ്ഞതുപോലെ, ദൈവം മനുഷ്യനെ പ്രതീക്ഷിക്കുന്നത് താൻ വസിക്കുന്ന ആലയങ്ങളായിട്ടാണ്. അങ്ങനെ ദൈവകരങ്ങളിൽ നിന്ന് നാം ഈ മകളെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മകൾക്ക് ദൈവാംശം, ദൈവം വസിക്കുന്ന ആലയം ഒന്നുകൂടി ശക്തിപ്രദമായി എന്നെയും കൂടി പ്രോത്സാഹിപ്പിക്കാൻ, എൻ്റെ കടന്നു വരുന്ന ഈ മകളിലൂടെ ഈ ഭർത്താവിന് പൂർണ്ണമായ ദൈവാനുഭവത്തിലേക്ക് വളരാൻ ഉള്ള കൃപയ്ക്കായി ദൈവം ഒരുക്കുന്നൊരു ഉറവിടമായി മാറും. ഇന്നലെ വരെ ഈ മകൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആത്മീയമായോ ദൈവാത്മക ജീവിതത്തിലോ ഒക്കെ വളരെ
സ്വാധീനമോ ശക്തിയോ ഒക്കെ ഉള്ള ആളായിരുന്നില്ല എങ്കിൽ പോലും കടന്നു വരുന്ന നിമിഷങ്ങളിൽ ഉള്ള പ്രാർത്ഥന, കാവൽ ദൂതന്മാരുടെ സംരക്ഷണം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം, അമ്മ തൻ്റെ മകനോട് കാണിച്ചതുപോലെ നമുക്കറിയാം, പരിശുദ്ധ അമ്മ കൂടെയുണ്ടെങ്കിൽ ഒന്നിനും ഒരു തടസ്സവും സംഭവിക്കുകയില്ല. പരിശുദ്ധ അമ്മ സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു, ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു. ദൈവകൃപ സമൃദ്ധമായി കണ്ടെത്തിയവളാണെന്ന് ഗബ്രിയേൽ ദൈവദൂതൻ മാതാവിനോട് പറഞ്ഞത് നമുക്കറിയാം. ദൈവകൃപ കണ്ടെത്തിയവളെ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് വണങ്ങിയാണ് മാതാവിനെ ഗബ്രിയേൽ ദൈവദൂതൻ ആദരിച്ചത്. ആ ദൈവദൂതൻ്റെ അരുളപ്പാടിലൂടെയാണ് ദൈവം മനുഷ്യരൂപം സ്വീകരിച്ചത്. പരിശുദ്ധ അമ്മ സമ്മതിച്ചു, തിരുവിഷ്ടം നിറവേറിക്കോട്ടെ, ഞാനിതാ പൂർണ്ണമായി വഴങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ നിമിഷം ദൈവം പരിശുദ്ധ അമ്മയിൽ മനുഷ്യരൂപം പ്രാപിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മാലാഖ വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് മാതാവിൻ്റെ ഉത്കണ്ഠയെല്ലാം വിട്ടുപോയത്. അതുപോലെ ഇവരുടെ ജീവിതത്തിൽ, ഇവർ വധൂവരന്മാരായി നിൽക്കുന്ന അവസരത്തിൽ, പുതിയ കുടുംബജീവിതം ആരംഭിക്കുന്ന നിമിഷത്തിൽ കാവൽ ദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരിലുള്ള ആ സ്നേഹ ചൈതന്യം വ്യക്തിപരമായ സൗന്ദര്യത്തിലോ ജഡമോഹങ്ങളിലോ ശരീരത്തിൻ്റെ ആകർഷണത്തിലോ ഒന്നും അല്ല. ദൈവാത്മാവ് തൻ്റെ ദൂതന്മാരിലൂടെ സംഭാവനയായി നൽകുന്ന, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ കൂടെ ആയിരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വലിയ കൃപയാണ് അതെന്ന് നമുക്കറിയാം. എന്നോട് അവൻ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ഇത്രയും വലിയ സുരക്ഷിതമായ സ്നേഹപൂർണമായ സന്ദേശം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്, വാഗ്ദാനമായി നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ച് വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി ഈ നിമിഷങ്ങളെ പങ്കെടുക്കാൻ ഇവർക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ലോക ചരിത്രം രണ്ടായി കീറിയത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടു കൂടിയാണ്. നമുക്കറിയാം, ലോകം അത് ആദരിച്ചു കഴിഞ്ഞു, അംഗീകരിച്ചു കഴിഞ്ഞു. BC, ബിഫോർ ക്രൈസ്റ്റ്, ആന്യ ഡോമിനി, ആഫ്റ്റർ ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. അതായത് AD യും BC യും കൊല്ലങ്ങളെ കണക്കാക്കുന്ന, കാലവർഷത്തെ എല്ലാം കണക്കാക്കുന്ന ആ തീയതിയും നാളും ഒക്കെ നിശ്ചയിച്ചത് യേശുവിൻ്റെ ജീവിതത്തിന് ശേഷമാണ്. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു കീറി മുറിക്കൽ, ഈ രണ്ടായി തിരിക്കൽ എന്നൊരു ഘട്ടമുണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ. അത് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കിയ വ്യക്തികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കാൻ തുടങ്ങിയപ്പോൾ, നാം ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ, ആത്മീയ ബോധ്യത്തിലേക്ക് വളർന്നപ്പോൾ, ആ നിമിഷം വരെ മുതൽ നമ്മൾ പുതിയ സൃഷ്ടികളായി മാറുകയാണ്. ഈ പുതിയ സൃഷ്ടിക്ക് മകുട ഉദാഹരണമാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന മാറ്റങ്ങൾ. നമ്മുടെ ഹൃദയപൂർവ്വം ആ മാറ്റത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥതയോടുകൂടിയാണ് നാം ദൈവാനുഭവത്തിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ, ഇന്നലെ വരെയുള്ള നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ധാരണകളെയൊക്കെ നാം മാറ്റി നിർത്തും. അങ്ങനെ ദൈവാത്മാവ് വന്നതിന് ശേഷമുള്ള ഒരു ജീവിതം, അതിന് മുമ്പുള്ളൊരു ജീവിതം, ഈ രണ്ട് ജീവിതങ്ങളും നമ്മുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്രയും അല്പം അസൂയ തോന്നിപ്പോയെന്ന്. എന്താണെന്നറിയാമോ, ഈ പ്രായത്തിൽ യേശുദാസിനെ പോലുള്ളൊരു ഭാഗ്യം, ദൈവത്തിൻ്റെ അരൂപിയുടെ ചൈതന്യത്തിൻ്റെ നിറവിൽ ഒരു കുടുംബജീവിതം ആരംഭിക്കാനുള്ള കൃപ ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം. ഈ ജീവിതയാത്രയിൽ ഇത്രയും മനോഹരമായി ദൈവകൃപ സമൃദ്ധമായി വർഷിക്കപ്പെടുന്ന, സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ലഭിക്കുന്ന കൃപകളും വരങ്ങളും ദാനങ്ങളുമെല്ലാം സുഭിക്ഷമായി അനുഭവിക്കാനും ആസ്വദിക്കാനും അതിനനേകം കാവൽ ദൂതന്മാരുടെയും സ്വർഗീയ സൈന്യത്തിൻ്റെയും പിന്തുണയും ശക്തിയും ലഭിക്കുന്ന വലിയ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായി ഈ നിമിഷങ്ങളെ മാറ്റാൻ ദൈവം നമുക്ക് കൃപ നൽകുകയും മകൻ കൃപ നൽകി. നമുക്കാർക്കും ആ യോഗം ഉണ്ടായില്ല. 10-60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മനോഹരമായ അവസ്ഥയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. എനിക്കറിയാം, 84-ലാണ് ഞാൻ ആദ്യമായി ഒരു ഏകദിന കരിസ്മാറ്റിക് ധ്യാനം കൂടിയത്. ഒരുപക്ഷെ കരിസ്മാറ്റിക്കിനെ പറ്റി വ്യത്യസ്ത ചിന്തകളുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ട്, വല്ല ജോലി ചെയ്ത് കുടുംബത്തെ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കുക, അവിടെ പോയിരുന്നൊക്കെ എന്താ പ്രയോജനം. പക്ഷേ കർത്താവ് വിളിച്ചില്ലെങ്കിൽ ഈ ചിന്ത മാറാൻ പോകുന്നില്ല. ദൈവം വിളിച്ച് നമ്മളെ ഒരുക്കിയില്ലെങ്കിൽ നമുക്ക് സ്വന്തമായി ഇത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ദൈവം വിളിച്ചവൻ ശക്തനാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തോട് നമ്മുടെ ബോധ്യങ്ങളും സമർപ്പിക്കാൻ തയ്യാറായാൽ, ആത്മാർത്ഥതയോട് സമർപ്പിക്കാൻ തയ്യാറായാൽ, കർത്താവ് നമ്മളെ കൈപിടിച്ചുയർത്തും, ശക്തിപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. 3 പൂജരാജാക്കന്മാർ യേശുക്രിസ്തുവിൻ്റെ ജന്മത്തിൽ ബെത്ലഹേമിലെ തൊഴുത്തിലേക്ക് കടന്നു വന്നില്ലേ? പക്ഷേ അവർ വന്നത്
വളരെ വ്യക്തമായ ആഗ്രഹത്തോടും പ്രതീക്ഷയോടും ബോധ്യത്തോടും കൂടിയായിരുന്നു. നക്ഷത്രം വഴികാട്ടിയായി കടന്നു വന്നതിൻ്റെ പിന്നാലെ വന്നവർ വഴിമധ്യയെ ഏകദേശമായി ഒന്ന് കണ്ടുമുട്ടി. പക്ഷേ അദ്ദേഹവും വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു, എനിക്കും പോയി ആരാധിക്കണം, കണ്ടുവന്നിട്ട് മടങ്ങി വരുമ്പോൾ എന്നെയും അറിയിക്കണം, എവിടെയാണെന്ന് സ്ഥലം ഒന്ന് കണ്ടുപിടിക്കണം. വാസ്തവത്തിൽ രണ്ട് വ്യക്തികളുടെ ചിന്തകളുടെ ആ ഒരു അവസ്ഥ നമുക്കവിടെ കാണാം. ഒരു കൂട്ടർ പൂർണ്ണമായി സമർപ്പിച്ച എളിമയോടെ ദൈവത്തിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ പൂർണ്ണതയിൽ പങ്കുചേരാനുള്ള പൂർണ്ണ ബോധ്യത്തോട് സർവ്വതും സമർപ്പിച്ച് കടന്നു വരുമ്പോൾ മറ്റൊരാൾ ദുഷ്ടതയോടെ അതിനെ നശിപ്പിക്കാനും സ്വന്തം സാമ്രാജ്യം നിലനിർത്താനും അധികാരസ്ഥാനങ്ങൾ തുടരാനും ഒക്കെ വേണ്ടിയുള്ള കൃത്രിമ മാർഗങ്ങൾ അന്വേഷിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഈ അന്തരം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയായാലും ഇതൊക്കെ മണ്ടത്തരമായി, ഒരുതരം പരിഹാസമായി, നാണമില്ലാത്ത ഇടപാടായൊക്കെ കണക്കാക്കുന്നുണ്ടെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ അരുളപ്പാട് വ്യക്തമായ ബോധ്യത്തിലൂടെ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഹൃദയപൂർവ്വം അതിനോട് സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞാൽ, ഇതുപോലുള്ള അവസരങ്ങൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിലും ഉണ്ടാവും. അനേകം മക്കൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അതിൻ്റെ മൂർധന്യാവസ്ഥയായ ഇതുപോലുള്ള ദിവസങ്ങളിൽ വളരെ തുറന്ന മനസ്സോടുകൂടി, സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി, ഭക്തിയോടുകൂടി, നിറഞ്ഞ ബോധ്യത്തോടുകൂടി കർത്താവിന് വേണ്ടി കുറേ സമയം മാറ്റിവെക്കാൻ തയ്യാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും നാളെയൊക്കെ നടക്കാൻ പോകുന്ന സ്നേഹവിരുന്നിന് മുമ്പ് ഈ വചനവിരുന്ന്, ഈ ആരാധന വിരുന്ന്, ഈ ഔദാര്യത്തിൻ്റെയും നന്ദിയുടെയുമായ പ്രകടനം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. വളരെ മനോഹരമായ ഈ ചടങ്ങിലേക്ക് കടന്നു വന്ന എല്ലാ വ്യക്തികൾക്കും ഇതൊരു നല്ല മാതൃകയായി, നല്ല സമീപനമായി, നല്ല ബോധ്യമായി വളരട്ടെ. നമുക്കറിയാം, യേശുക്രിസ്തു പറഞ്ഞു വലിയൊരു കാര്യം, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശപ്പെടാൻ സാധ്യമല്ല. ഇത് അടിവരയിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ നിക്കോദെമോസ് ചോദിച്ചു, ഞാൻ വീണ്ടും ഇനി അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് എങ്ങനെയാണ് ജനിക്കുക? യേശു വ്യക്തമാക്കി കൊടുത്തു, ജലത്താലും ആത്മാവിലും നീ ജനിക്കുകയാണെങ്കിൽ ഇത് വീണ്ടും ജനനമാകുന്നു. ഈ വീണ്ടും ജനനമാണ് നമ്മുടെ ജീവിതത്തിലെ യുഗങ്ങളുടെ ആരംഭം, അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ അവസാനവും പുതിയതിൻ്റെ ആരംഭം. അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് യേശു ക്രിസ്തു ആ യുവാവിനോട് പറഞ്ഞത്. ധനികനായ യുവാവ് യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ, നല്ലവനായ ഗുരു, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ, എന്ത് ചെയ്യണമെന്നാണ് നിന്റെ പ്രമാണങ്ങൾ, മോശയുടെ പ്രമാണങ്ങൾ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? അപ്പോൾ പ്രമാണങ്ങളെല്ലാം ചൊല്ലി കേൾപ്പിച്ചു, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം നമുക്ക് ദുഃഖം തോന്നിക്കുന്നൊരു കാര്യമാണ്. നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ള സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്തതിന് ശേഷം നീ എന്നെ അനുഗമിക്കുക. യേശുവിനെ അനുഗമിക്കാൻ ഈ സ്വത്തുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ സാധിക്കുമോ എന്നുള്ള സംശയമാണ് അവിടെ ചൂണ്ടപലകയായി നിൽക്കുന്നത്. ഈ യുവാവിന് ഒത്തിരി സ്വത്തുണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ഇതെല്ലാം കളഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് പാരമ്പര്യമായിട്ട് പൂർവികന്മാരെയൊക്കെ ഉണ്ടാക്കി തന്ന ഈ കോടിക്കണക്കിനുള്ള ലക്ഷക്കണക്കിനുള്ള സമ്പത്തൊക്കെ പിടിച്ചിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് ഞാനിനി കർത്താവിൻ്റെ പുറകെ പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാൻ? ഇത് ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട സ്വത്താണ് നിൻ്റെ കൈ മുതലിരിക്കുന്നതെങ്കിൽ നീ ഇത് പങ്കുവെക്കാൻ തയ്യാറാകണം. ഈ പങ്കുവയ്പ്പിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യത്തെ രാഷ്ട്രീയ ശക്തികൾ വളർന്നു വന്നത്. പക്ഷേ ഒന്നും പൂർണ്ണതയിലെത്തിയിട്ടില്ല. ഇന്ന് വരെ ഒരു പാർട്ടിക്കും ഈ നിർദ്ദേശം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഒക്കെ ഇതിൻ്റെ കെയർ ഓഫിൽ ഈ മുദ്രാവാക്യത്തിൻ്റെ ശക്തിയിൽ കിട്ടിയെങ്കിൽ തന്നെയും അവരും എല്ലാം തടിച്ചു കൊടുക്കാൻ, സമ്പന്നരാകാനുള്ള മാർഗങ്ങൾക്ക് വേണ്ടി മാത്രമായി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ തിരുവചനത്തിൻ്റെ ശക്തി, അതിൻ്റെ സ്വാധീനം, അതിൻ്റെ വ്യക്തമായ ബോധ്യം, ഇതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വരണമെങ്കിൽ നമ്മുടെ മുമ്പിൽ യേശുക്രിസ്തു നൽകിയ സന്ദേശം മാത്രമേ ഉള്ളൂ. ഇത് പങ്കുവച്ച അനുഭവത്തിൻ്റെ അനുഭവമാണ്. നമുക്കറിയാം, ഈ വീടിൻ്റെ വെഞ്ചരിപ്പ് കർമ്മത്തിൽ പങ്കെടുത്തപ്പോൾ ഞാനതൊന്ന് ഓർക്കുകയാണ്. ഞാനിവിടെ വന്നു, ഇതുപോലെ ഒരു വേദി ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ ഒരു സന്ദേശം, പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ അറിയിച്ച വാക്കുകൾ വിശുദ്ധ എലിസബത്ത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാലാഖ അരുളി ചെയ്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഇതൊരു വിശ്വാസ പ്രമാണമാണ്. അരുളി ചെയ്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് മാലാഖ പറഞ്ഞത് ബോധ്യത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി സ്വീകരിച്ച വ്യക്തിയാണ് മറിയമെന്ന് എലിസബത്ത് ചൂണ്ടിക്കാണിച്ചുള്ളൂ. അതോടൊപ്പം ഒരു കാര്യം കൂടി വ്യക്തമാക്കി, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി? അപ്പോഴും ഒരു സാക്ഷ്യം കൂടിയായിരുന്നു അത്. യേശുക്രിസ്തുവിൻ്റെ അമ്മയാണ്, ദൈവത്തിൻ്റെ അമ്മയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പം ജനിക്കാൻ പോകുന്ന പുത്രൻ ദൈവപുത്രൻ, ദൈവം തന്നെയാണ് എന്ന് ആദ്യമായി
ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് എലിസബത്തായിരുന്നു. ഈ എലിസബത്തിൻ്റെ ജോലിയാണ് ദൈവദാസന്മാരുടെ ജോലി. ബോധ്യപ്പെട്ട കാര്യം, അംഗീകരിക്കുന്ന സത്യം സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയാനുള്ള ബോധ്യം, അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനുള്ള ധൈര്യം. ഒത്തിരി ദാരിദ്ര്യവും ദുഃഖങ്ങളും സാമ്പത്തിക തകർച്ചയും ഒരുപാട് പ്രതിസന്ധികളും എല്ലാം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ലഭിക്കുന്ന ഹൃദയ സമാധാനം, അതുവഴി ദൈവം പടിപടിയായി കൈപിടിച്ചുയർത്തുന്ന ആ ദൈവിക സ്നേഹത്തിൻ്റെ പാരിതോഷികം, ദൈവം നൽകുന്ന സമ്പത്തിൻ്റെ സമൃദ്ധി, ആത്മീയ ബോധ്യത്തിൻ്റെ വളർച്ച, ഇതൊക്കെ കണ്ടു വളർന്ന ഒരു ഭവനമാണിതെന്ന് സന്തോഷപൂർവ്വം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദീർഘകാലം സാമ്പത്തിക മേഖലയിലെ അനേകരുടെ കുറ്റവിചാരണയും പരിഹാസവും അപമാനിക്കലുമെല്ലാം സഹിച്ച് സഹനത്തെ ദൈവത്തിൻ്റെ സ്നേഹമായി സ്വീകരിച്ചുകൊണ്ട് വർഗീസ് സഹോദരൻ ഒരു കുടുംബത്തെ നയിക്കുകയാണ്. ഈ ബോധ്യത്തിൽ വളർന്ന് വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ പുള്ളി എന്നോട് പറയുകയുണ്ടായി, ഒരു ചെറിയ ജോലിയുണ്ട്, അത് ഞാനങ്ങ് നിർത്തുകയാണ്, മക്കളെ ഏൽപ്പിക്കുകയാണ്. ഒത്തിരി ദാരിദ്ര്യവും പ്രയാസങ്ങളും ഭവന പ്രശ്നങ്ങളും വീടില്ലായ്മയും സാമ്പത്തിക ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ കർത്താവിൻ്റെ വേലക്കായി എന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഇനി ഒരു നിമിഷവും ഞാൻ വൈകില്ല. ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ കർത്താവുമായി ജീവിക്കും. അതോടൊപ്പം അനേകർക്ക് ഞാനിത് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള എൻ്റെ ബോധ്യം പങ്കുവെക്കാൻ ഞാൻ ശ്രമിക്കും. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും ഒത്തിരി ക്ലാസ്സുകളിലും ഒക്കെ കടന്നു വന്നു. ഞങ്ങളുടെ നെട്ടൂര് 2 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ചുരുക്കം ചില ആളുകളുണ്ട്, സോമൻ ബ്രദറൊക്കെ അവിടെ വന്നിട്ടുള്ള. എങ്കിലും പൂർണ്ണമായി ഇടതടവില്ലാതെ ഒരു നിമിഷവും വൈകാതെയും സമയത്തെത്തി ആ കൂട്ടായ്മയിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവം തനിക്ക് നൽകിയ ദാനം മറ്റുള്ളവർക്കായി പങ്കുവെച്ചുകൊണ്ട് ഒരു ജീവിത അന്തസ്സായി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് വരികയാണ്. അതോടുകൂടി ഉണ്ടായിരുന്ന തൊഴിലും നിർത്തി. പിന്നീട് അങ്ങോട്ട് കടന്നുപോയ അവസരത്തിലെല്ലാം ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളിലും ചിറ്റൂർ പോലുള്ള സ്ഥലങ്ങളിലും കൗൺസിലിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയി ദൈവം വെളിപ്പെടുത്തി കൊടുത്തിയ സത്യങ്ങൾ ഹൃദയത്തിൽ സ്വാംശീകരിച്ച് അതിന് ദൈവത്തിന് മുമ്പിൽ നന്ദി പറഞ്ഞ് അനുദിനം തൻ്റെ ക്ലേശങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും അപമാനങ്ങളും സഹനങ്ങളും എല്ലാം സമർപ്പിച്ച് ദൈവകൃപയിൽ വളരാൻ, ദൈവകൃപ സ്വന്തമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനത്തിന് ദൈവം നൽകിയ വിലയാണ് യേശുദാസും ഈ കുടുംബവും. ഈ വില ദൈവം നൽകിയ വിലയാണെങ്കിൽ ലോകം നൽകിയ വിലയായി കണക്കാക്കണമെന്നില്ല. പക്ഷേ ലോകത്തിനേക്കാൾ വലുതാണ് നമ്മുടെ നിത്യജീവനിലേക്കുള്ള യാത്രയിൽ ദൈവം നൽകുന്ന വില എന്ന് നാം മനസ്സിലാക്കണം. ദൈവം ഈ സ്നേഹ സാമ്രാജ്യത്തിൽ നമ്മളെ രൂപപ്പെടുത്തുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ നിന്ന് നമ്മളെ വിളിച്ചു കൊണ്ടുപോയി നിത്യമായ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ വലിയൊരു ഭവനമുണ്ട്. ഈ ഭവനം കൺമുമ്പിൽ കണ്ടുകൊണ്ടുള്ള യാത്രയിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഈ കഷ്ടപ്പാട്, ഈ ദുഃഖങ്ങൾ, ഈ അവമാനങ്ങൾ, ഈ സഹനങ്ങളെല്ലാം താൽക്കാലികമാണ്. ഇത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള നിത്യമായ ജീവിതത്തിൽ എനിക്ക് പൂർണ്ണത ലഭിക്കും. എൻ്റെ ദൈവത്തിനോട് ഞാൻ ആയിരിക്കും. അതിനൊരിക്കലും അന്ത്യം ഉണ്ടാവുകയില്ല എന്നുള്ള വലിയ ഒരു ബോധ്യം നമ്മളെ ശക്തിപ്പെടുത്തും. സ്നേഹമുള്ളവരെ, ഈ വചനവിരുന്നിൽ ഈ നിമിഷം പങ്കുചേരുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലുണ്ടാകുന്ന ഈ ആനന്ദം നമ്മൾ വിട്ടുകൊടുക്കാനുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരട്ടെ. ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാൻ, അവിടെ നിന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഉത്തരമരുളാൻ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ. ഈ പണ്ട് കല്യാണങ്ങൾക്കൊക്കെ ഒത്തിരി തെങ്ങപ്പാട്ടും കൊട്ടും ബഹളവും ഒക്കെ കേൾക്കാം. അതിങ്ങനെ ആവർത്തിച്ച് അലറിക്കൊണ്ടിരിക്കുന്ന നേരം വിളിക്കും. അടുത്ത അയൽവക്കക്കാർക്ക് പോലും ഉറങ്ങാൻ സാധിക്കില്ല. അതാണ് ഒരു കാലത്ത് നമ്മുടെ ഒരു ശൈലി. പക്ഷേ ഇന്ന് നമുക്ക് ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ധൈര്യപൂർവ്വം ഇതുപോലൊരു വേദി കർത്താവിന് വേണ്ടി ഒരുക്കിയതിന് നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. മനോഹരമായ ഈ നിമിഷങ്ങൾ വീണ്ടും നമ്മുടെ എല്ലാ ഭവനങ്ങളിലും സംജാതമാക്കാൻ വേണ്ടി ദൈവകൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനല്ലാതെ നമ്മളെ ഒരുക്കാൻ കഴിയുകയില്ല. അവിടുത്തെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നമ്മൾ നിറയട്ടെ. ആ വലിയ സ്നേഹവും ക്ഷമയും നന്മയും ദയയും കരുണയും സൗമ്യതയും അവിടെ നൽകുന്ന ആത്മസംയമനവും എല്ലാം നമുക്ക് സ്വന്തമാക്കാം. അങ്ങനെ കർത്താവിൻ്റെ മക്കളായി ജീവിക്കുന്ന മക്കളായി നമുക്ക് അനേകർക്ക് സാക്ഷ്യമായി. ഈ സാക്ഷ്യം വലിയൊരു ആവശ്യമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ, യേശു ക്രിസ്തുവിനെ എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ബൈബിൾ ഞാൻ അനേകം പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഈ ദൈവവചനത്തിൻ്റെ ശക്തി ഇത് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല.
ഇവരെ കണ്ടാൽ, ഈ ക്രിസ്തീയ ജീവിതം കണ്ടാൽ എനിക്കൊന്നും തോന്നുന്നില്ല, ഒരു ആകർഷണവുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം, ഹൃദയപൂർവ്വം ദൈവത്തിന് നന്ദി പറയാം. മനോഹരമായ ദിവസങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയ ദൈവത്തിന് പ്രത്യേകം നന്ദി. നമുക്ക് യേശുദാസിനെയും നിഷയെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് ഒരുക്കിയ മക്കൾക്ക് തങ്ങളുടെ ജീവിതകാലം മുഴുവൻ റജി സഹോദരൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ഈ പുതിയ സൃഷ്ടികളെ നൽകുന്ന ആ സമർപ്പണ ജീവിതത്തിൽ പൂർണ്ണമായ ആ ബോധ്യത്തിലേക്ക് ഞങ്ങൾ ദൈവത്തിൻ്റെ വേലക്കാരാണ്, ദൈവകരങ്ങളിൽ നിന്ന് ലഭിച്ച മക്കളായി ഞങ്ങളുടെ മക്കളെ വളർത്താൻ, രൂപപ്പെടുത്താൻ, ദൈവത്തിൻ്റെ ആലയങ്ങളായി അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും നാളെയും നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും, എല്ലാ ഉത്സാഹങ്ങളിലും, എല്ലാ വിരുന്നുകളിലും അനേകം പേർ പങ്കെടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ കുറവും തീർക്കാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. കാനായിലെ വിരുന്നിലെ അമ്മ പുത്രനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ വീഞ്ഞുണ്ടാക്കി കൊടുത്ത മകൻ്റെ ആ സാഹചര്യം ഈ ഭവനത്തിലും അമ്മയിലൂടെ നമുക്ക് ലഭ്യമാക്കട്ടെ. എല്ലാ കുറവുകളും തീർക്കാൻ പരിശുദ്ധ അമ്മ ഈ മക്കളോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെ ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സമയമായി എങ്കിലും ഇതാ ചേവറ കൂട്ടായ്മ കഴിഞ്ഞിട്ട് സോം സഹോദരൻ ഇവിടെ എത്തിയിരിക്കുന്നത് കൊണ്ട് ഒരു 5 മിനിറ്റ് അദ്ദേഹം ചെറുതായിട്ട് പങ്കുവയ്ക്കും. അതോടുകൂടി തന്നെ ഒരു ഗാനാലാപനം ഉണ്ടാകും. അതിനുശേഷം പാപ്പച്ചൻ സഹോദരൻ നാളത്തെ കൂട്ടായ്മയ്ക്ക് ഉള്ള വചനം എടുക്കും. ആ വചനം എടുത്തു കഴിഞ്ഞ ഉടനെ മധുരം കൊടുക്കൽ, അതിനുശേഷം സ്നേഹവിരുന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദീർഘമായൊരു പ്രസംഗം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വലിയ വചന പാൽപ്പായസം കുടിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയമാണ്. ചെറിയൊരു ആശംസ പ്രസംഗം മാത്രം, 2-3 മിനിറ്റ് അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം പനമ്പള്ളി നഗറിലെ കൂട്ടായ്മയെ കഴിഞ്ഞ് വരികയാണ് ഞാൻ. ദൈവമായ കർത്താവ് ഇങ്ങനൊരു സാഹചര്യം നമ്മൾ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആദിമ ക്രൈസ്തവ സഭയുടെ ചരിത്രം പഠിച്ചപ്പോൾ അതിനൊന്നൊരു കാര്യം മനസ്സിലായി. വിവാഹങ്ങളെല്ലാം ദൈവ സാന്നിധ്യത്തോടു കൂടിയായിരുന്നു. നമ്മളെല്ലാം വിവാഹിതരാകുമ്പോൾ പറയുന്ന കാര്യം ദേവാലയത്തിൽ വെച്ച് കെട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവം കൂട്ടി യോജിപ്പിച്ചാണ്. പക്ഷേ ദൈവം കൂട്ടി യോജിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഈ മക്കളെ തിരഞ്ഞു പിടിച്ച് അവരുടേതായ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നൽകുന്നുണ്ട്. അത് വർഗീസ് സഹോദരനിലൂടെ നമുക്ക് പലപ്പോഴായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ മകളുടെ, അതായത് അവരുടെ ഭവനത്തിലെ ആദ്യത്തെ വിവാഹം കുറച്ച് ദൂരെ എവിടെയായിരുന്നു, കുണ്ടന്നൂരാണ്. അവിടെ ഇതുപോലെ ഇതിലും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അന്നും ഞാനായിരുന്നു പ്രാർത്ഥന നയിച്ചതും ശുശ്രൂഷകളിലെല്ലാം പാപ്പച്ചൻ സഹോദരനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വർഗീസ് സഹോദരൻ്റെ മകൻ്റെ വിവാഹം ആയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഒരു വചനവിരുന്നുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്.